ഞങ്ങളുടെ പെങ്ങളിന് അങ്ങനെ ഞങ്ങളുടെ പെങ്ങടെ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടല്ലോ. ആദ്യം ബിഗ് ബോസ് സീസൺ 7 തുടങ്ങിയ സമയത്ത് ഈ പറയുന്ന കൂട്ട് അനിമോളെ എന്ന് ചൊറിയാനും രേണുസുതിയെ ചൊറിയാനും ഒക്കെ ഇവൻ പോയിട്ടുണ്ടായിരുന്നു നൈസായിട്ട്. ഓക്കെ, അത് അവൻ്റെ ഗെയിം പ്ലാൻ ആണെന്ന് തന്നെ പറയാം. ഈ 7ന്റെ പണി എന്ന് വെച്ചാൽ തുടക്കം നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് അറിയത്തില്ല, ബിഗ് ബോസ് തുടങ്ങിയ ആദ്യത്തെ ആഴ്ചയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇവൻ ആർക്കും കണ്ടെടുത്താൽ കണ്ടുകൂടാം. ക്യാപ്റ്റൻ ആവാൻ യോഗ്യതയില്ലാത്തൊരു വ്യക്തി ആരാന്ന് പറയുമ്പോൾ ഇവരെല്ലാവരും പറയുന്നത് അനീഷിന്റെ പേരാണ്. അപ്പം ബിഗ് ബോസിന്റെ 7ന്റെ പണി ഇവനെ പിടിച്ച് അങ്ങ് ക്യാപ്റ്റൻ ആക്കുക. അത് വേറൊന്നും കൊണ്ടല്ലേ, ഇതുപോലൊരുത്തനെ എന്തായാലും ആദ്യത്തെ ആഴ്ച എന്തായാലും എവിക്ഷൻ ഉള്ളതാണ്. ഇപ്പൊ ഇവർ ആ സമയത്ത് ഒരു മനുഷ്യർ പോലും സപ്പോർട്ട് ഇല്ലായിരുന്നു. ബിഗ് ബോസിന് അറിയാം ഈ ആഴ്ച തന്നെ ഇവൻ ഔട്ടാവും. അതുകൊണ്ട് ഇങ്ങനൊരു പണി ബിഗ് ബോസ് അങ്ങ് ചെയ്ത് ഇവനെ അങ്ങ് ക്യാപ്റ്റൻ ആക്കി. കാരണം കഴിഞ്ഞ വർഷവും ഇതുപോലെ ജിൻഡോയുടെ സീസണിൽ തന്നെ ഒരുത്തനുണ്ടായിരുന്നില്ല, ഇച്ചിരി ഓവറായിട്ടൊരു മനുഷ്യനുണ്ടായിരുന്നു. അയാളുടെ പേര് അങ്ങ് മറത്തുപോയി. എപ്പോഴും പാട്ടൊക്കെ പാടി ഫസ്റ്റ് വീക്കിൽ തന്നെ പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല കോണ്ടന്റ് കൊടുത്തൊരു വ്യക്തിയായിരുന്നു. അതേ ഫസ്റ്റ് വീക്കിൽ തന്നെ പോയി. അതേ അവസ്ഥ അനീഷിന് ഉണ്ടാവണ്ടെന്ന് കരുതിയിട്ട് ബിഗ് ബോസ് തന്നെയാണ് അങ്ങനൊരു 7ന്റെ പണി കൊടുത്തത്. ആർക്കും മറ്റുള്ളവർക്ക്. ഓക്കെ, അതിനുശേഷം ഇവന്റെ ഓരോ പ്ലാനിങ്, ഇവനാ സൗഹൃദം കൂടാൻ വന്നേല, അത് കൂടാൻ വന്നേല എന്നൊക്കെ പറഞ്ഞിട്ട് നൈസായിട്ട് ഷാനവാസിന്റെ കൂടെ കൂടി അത് കഴിഞ്ഞിട്ട് അനുമോളെ പെങ്ങളാക്കി എന്തൊക്കെ രീതിയിൽ പോയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. പിന്നെ പ്രപ്പോസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കാണാനിടയായത്. ആ പ്രപ്പോസ് ചെയ്യുമ്പോൾ പോലും ഇവന്റെ ഒരു ചിരിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അനുമോടെ ഒരു വിഷയങ്ങൾ വരുമ്പോൾ ചാടി കയറുകയും ഭയങ്കര ഉത്സാഹമായിരുന്നു. അനീഷിന്റെ ചില സ്വഭാവങ്ങൾ നമുക്കിങ്ങനെ അറിയാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പുള്ളിയുടെ വൈഫ് ഇട്ടിട്ട് പോകാനുള്ള റീസണും കാര്യങ്ങളൊക്കെ. പിന്നെ അത് മാത്രമല്ല, ഇദ്ദേഹം ഒരു ഗേ ആണെന്നുള്ളൊരു സംസാരവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അത് കുറച്ച് ആൾക്കാർക്ക് അറിയാമായിരുന്നു. അപ്പൊ അതൊക്കെ അറിഞ്ഞു വെച്ചിട്ടാണ് ഓക്കെ ഇന്ന ആൾക്കാർക്ക് ഇതൊക്കെ അറിയാം എന്നും പറഞ്ഞിട്ട് അവൻ ഷോയിൽ കയറി വന്ന് ഇത് പുറത്ത് ചർച്ചയാവാൻ ചാൻസ് ഉണ്ടെന്ന് ഇവനറിയാം. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഒരു പക്ഷെ അവൻ അനുമോളോട് ഒരു പ്രപ്പോസ് ചെയ്തത്. പ്രപ്പോസ് ചെയ്തെങ്കിലും ഓരോരുത്തരും കുറ്റവും പറയുമ്പോഴും അത് പറയുമ്പോഴാണെങ്കിൽ ഇവന്റെ ഒരു മുഖത്തൊരു ചിരി ഉണ്ടായിരുന്നു. കാരണം ഇവന് ഉദ്ദേശിക്കേണ്ട കാര്യങ്ങൾ അവിടെ നടത്തണം. അവൻ അത് ചെയ്തിട്ടാണ് ഇവിടെ വരികയും ചെയ്തത്. അവള് എന്തായാലും അവൻ ഇഷ്ടപ്പെടത്തില്ലെന്ന് അവൻ അറിയാം നല്ല രീതിയിൽ. അതുകൊണ്ട് തന്നെയാണ് അണ്ണൻ ആ ഒരു ഡയലോഗ് അടിച്ചിട്ട് വരികയും ചെയ്തത്. ഓക്കെ, ഇത് പഴയ കാര്യങ്ങളൊക്കെയാ. പിന്നെ സാബുമാനും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവൻ അന്നേ അഭിനയമായിരുന്നത്. ഓക്കെ, ഇനി ഇന്നലത്തെ ആ ഒരു ഇന്റർവ്യൂ ഭയങ്കര വൈറലായിക്കൊണ്ടിരിക്കുന്നത്, അതൊന്നും നമുക്കത് കാണാം. സെൽഫ് ലവില് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. സെൽഫ് ലവിലാണ്. സോ ഈ ഒരു മൊമെന്റിൽ മൈൽ സ്റ്റോൺ മേക്കേഴ്സിൽ ഡിജിറ്റൽ മീഡിയ സൂപ്പർ സ്റ്റാർസിന് അറിയാണ് അനു തൊട്ടടുത്ത് നിൽക്കുകയാണ്. ഏറ്റവും കൂടുതൽ കഴിഞ്ഞ വർഷം ആൾക്കാർ തിരഞ്ഞത് നിങ്ങളുടെ രണ്ടുപേരുടെ പേര് ഒരുമിച്ചിട്ടായിരുന്നു. ഇപ്പൊ എന്താണ് കറന്റ് സ്റ്റാൻഡ്? ഫ്രണ്ട്ഷിപ്പ്, ഹൗ സ്ട്രോങ് ആർ യു ഗോയിങ്? സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രൊഫഷണൽ ബന്ധം മാത്രമേ ഞങ്ങൾ തമ്മിലുള്ളൂ. അത് അങ്ങനെ തന്നെ കൊണ്ടുപോകാനാണ് എനിക്കിഷ്ടം. അതിൽ കൂടുതൽ ഒരു ഒരു ഇതിലോട്ട് പോകാനായിട്ട് എനിക്ക് ഇഷ്ടമല്ല. നിന്റെ ബിഗ് ബോസ് ഷോയിത്തോടെ എനിക്കാണെങ്കിൽ ചിരിയും വരുന്നത്. ബിഗ് ബോസ് ഷോയിൽ കൂടെ തന്നെ നീ എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ സാധാരണപ്പെട്ട കുറെ ജനങ്ങൾ നിനക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു, മണ്ടറായിട്ടുള്ള കുറെ ആൾക്കാർ. കാരണം സാധാരണക്കാരുടെ വീക്ക് പോയിന്റ് പിടിച്ചിട്ടാണ് നീ കളിച്ചത്. നീ ആ ഷോയിൽ വന്ന് അല്ലെ, അറിയാമല്ലോ തുടക്കം തന്നെ ഇവന്മാർക്ക് ഡ്രസ്സും ചെരുപ്പും കാര്യങ്ങളൊന്നും കൊടുക്കത്തില്ലായിരുന്നു. ഇവന് ചെരുപ്പ് കിട്ടിയിട്ടാണെങ്കിൽ പോലും ഇവൻ ചെരുപ്പ് ഇടാതെ അവിടെ കിടന്ന് പട്ടി ഷോ കാണിച്ചിട്ടുണ്ടായിരുന്നു. സാധാരണപ്പെട്ട ആൾക്കാർക്ക് വേണ്ടി അവൻ സംസാരിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. കോടികളുടെ ആസ്തി കൊണ്ട്, നല്ല ഏക്കർ കണക്കിന് വസ്തുവും കാര്യങ്ങളൊക്കെ ഉണ്ട്, 2 നില വീടും ഉണ്ട്, ഒരു കുറവും ഇല്ല. 5 വർഷത്തേക്ക് ലീവ് എടുത്തിട്ട് അടിച്ചു പൊളിച്ച് നടക്കുന്ന അവന്റെ രീതി, ഡ്രസ്സിങ് സ്റ്റൈലൊക്കെ അവന്റെ പഴയ വീഡിയോ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യങ്ങളൊക്കെ തന്നെയാണ്. കുറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, ബിഗ് ബോസിൽ പോയപ്പോൾ അനീഷിന്റെ കോലമൊക്കെ മാറി അടിപൊളിയായിട്ടുണ്ട്, ഒരു സാധാരണപ്പെട്ടവരുത്തന്നെ ഇങ്ങനെയൊക്കെ ആവുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ടെന്നുള്ള രീതിയിലൊക്കെ. ഇതിന്റെ അപ്പുറത്തെ ഫ്രീക്ക് പരിപാടി കാണിച്ചുകൊണ്ട് നടക്കുന്നവനാണ്. ഇപ്പം പാടത്ത് തന്നെ ഫ്രീക്ക് തൊപ്പിയും ഷോർട്സും അത് ഷൂ ഒക്കെ ഇട്ടുകൊണ്ട് പോയി നെല്ല് കൊയ്യുന്നവനാണ് ഇവൻ. സത്യം പറഞ്ഞാൽ അപ്പം നമ്മളൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എനവേ അല്ല. ഞാൻ പറഞ്ഞ മനസ്സിലായേ? രാഷ്ട്രീയക്കാരെക്കാളിലും അതായത് ചില രാഷ്ട്രീയക്കാരുണ്ട് ഉടായ്പിൻ്റെ ഉസ്താദ്, അവന്മാരെ വെല്ലുവൻ. സത്യം പറയല്ലോ, എനിക്ക് തോന്നി ഈ സീസണെ അഖിൽമാരാറും കൂടെ വേണമായിരുന്നു. കാരണം ഇവൻ്റെ ഈ കള്ളൻ കണ്ടാൽ അവൻ ആദ്യം ഓടിപ്പോവും. സീരിയസ്ലി ഞാൻ പറയുമായിരുന്നെങ്കിൽ അതുപോലത്തെ ഒരു കള്ളൻ ഞാൻ എഴുതി ഒപ്പിട്ട് തരാം. ഇവനെപ്പോലൊരു പഠിച്ച കള്ളൻ. ബിഗ് ബോസ് കഴിഞ്ഞാൽ പ്രണയം എന്തിനോടാണ്? ബിഗ് ബോസ് കഴിഞ്ഞാൽ പ്രണയം എനിക്ക് എന്നോട് തന്നെയാണ്. നന്നായി.
നീ നിന്നെ തന്നെ ഇഷ്ടപ്പെടും. നിന്നെ തന്നെ ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു നീ കണ്ടവരെ ഇങ്ങനെ എന്തോ പച്ച വാക്കി പറഞ്ഞാൽ അവരാതൊന്നും തന്നെ വേണമെങ്കിൽ പറയാം, ഇങ്ങനെ വായി വീണുകൊണ്ടിരിക്കുന്നത് നിന്റെ. കാരണം ആ ഒരു ഷോ കഴിഞ്ഞിട്ട് 3-4-5 മാസം ആണെങ്കിൽ പോലും ഇപ്പോഴും ഇല്ല കൊച്ചു പിള്ളേരെ പോലെ സ്റ്റോറീസ് ഇട്ട് കളിക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ. ഒരു നാണവും മാനവും ഇല്ലടാ നിനക്കൊന്നും. അനീഷ്, നീ അത്യാവശ്യം പഠിച്ച് നീ ബുക്കുകൾ എഴുതുന്ന ഒരു വ്യക്തിയാണെന്ന് നീ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ പോലും പുച്ഛം മാത്രമേ ഉള്ളൂ അനീഷേ. സീരിയസ്ലി പറഞ്ഞാൽ ആ ഒരു വ്യക്തി ഇങ്ങനെ കൊച്ചു പിള്ളേരെ പോലെ ഓരോ കാര്യങ്ങൾ എഴുതി പിടിപ്പിച്ച് ഇങ്ങനെ നാണക്കേട്. അയ്യോ, ക്ലിപ്പ് മാറിപ്പോയോ? ഓക്കെ, വേറെ വെക്കാം. ആണ് ആരും അറിയാതെ കിടന്ന എന്നെ ഇവിടെ വരെ എത്തിച്ചത്. അതിനുള്ള നന്ദി കടപ്പാടും എല്ലാ സമയത്തും എൻ്റെ ഹൃദയത്തിലുണ്ടായിരിക്കും, എൻ്റെ വാക്കുകളുണ്ടായിരിക്കും, എൻ്റെ പേഴ്സണാലിറ്റിയിലുണ്ടായിരിക്കും. അത് മനസ്സിലായി, നിന്റെ പേഴ്സണാലിറ്റിയും കാര്യങ്ങളൊക്കെ. ബിഗ് ബോസ് ഷോയിലാ ഇപ്പം പറയാം, 3 ദിവസം മുമ്പാണ് ഞാൻ ഈ വിവരം അറിയുന്നത്, ഞാൻ ബിഗ് ബോസിൽ വരാൻ പോകുന്നതെന്ന്. അത് ലാലേട്ടൻ ശനിയാഴ്ച വന്നങ്ങ് പൊളിച്ചടിക്കുക അങ്ങ് കൊടുത്ത്. എത്ര ദിവസം, 10-15 ദിവസം മുമ്പ് ഇവർ അറിയിക്കും എല്ലാ കാര്യങ്ങളും. അവനാണ് ഇവൻ. ഒരുപാട് കള്ളങ്ങൾ. എന്തിനാ സാക്ഷാൽ മോഹൻലാലിന്റെ മുമ്പിൽ തന്നെ എത്ര കള്ളങ്ങൾ ഇപ്പം പറഞ്ഞിട്ടുണ്ടെന്നറിയാം. എത്ര കാര്യങ്ങൾ ഇപ്പം മാറ്റി പറഞ്ഞിട്ടുണ്ടെന്നറിയാവോ? എല്ലാവരും പറയുന്നത് കൂടെ നിന്ന് ചതിക്കുന്ന ഷാനവാസാന്നാ പറയുകയൊക്കെ ചെയ്യുന്നത്. അല്ല, അയാള് ശുദ്ധനാ, ഇവനാണ് ലോക ഉടായിപ്പ്. ആ സമയത്ത് ഞാൻ പൊളിച്ചടിക്കിട്ടുണ്ടായിരുന്നു. കുറെ ആൾക്കാർ എന്നെ വന്ന് തന്തയ്ക്കും തള്ളയ്ക്കും ഒക്കെ വിളിച്ചിട്ട് അവന്റെ പേഴ്സണൽ കാര്യമാണ്, നിനക്കൊക്കെ നാണവും മാനവും ഇല്ലടാ എന്നൊക്കെ പറഞ്ഞ് പറയുന്ന ആൾക്കാരോട് എനിക്ക് പുച്ഛം മാത്രമേ ഉള്ളൂ. ഇതിപ്പോ കണ്ടില്ലേ, അനുമോളെ ഏറ്റവും കൂടുതൽ വിമർശിച്ച ഒരു വ്യക്തി ചിലപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഞാനായിരിക്കും. പക്ഷെ ഈ ഒരു കാര്യത്തിൽ ഞാൻ ശരിക്കും അവിടെ കൂടെ നിൽക്കത്തുള്ളൂ. അനുമോളെ ഞാൻ പൊളിച്ചടിക്കിട്ടുള്ളതാണ് പല കേസുകളിലാണെങ്കിൽ പോലും. ഇത് കണ്ടില്ലേ, ഈ പരമചെറ്റം കാണിക്കുന്ന തോന്നിയ ദിവസം നിങ്ങൾ കണ്ടില്ലേ? ആ ഒരു ഷോയും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഉള്ളി വൈരാഗി വിട്ടിട്ട് ഇവൻ കാണിക്കുന്ന ഓരോ രീതികളും പെരുമാറ്റങ്ങളും. ഇവന്റെ വിഷമാണ് ഇവൻ പുറത്തു വരുന്നത്. ഇവൻ ഡിവോഴ്സ് ആയതിന്റെ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ആ സമയത്ത് നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ വെച്ച് അതിനെക്കുറിച്ച് കുറേ ചർച്ച നടത്തിയിട്ടുള്ളതാണ്. അത് എന്താ കാരണം? നമ്മുടെ സുഹൃത്തുക്കളൊക്കെ അവരുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം വന്ന് കാണിക്കുന്നില്ല ഭൂലോക അഭിനയമാണെന്ന് ആ സ്ത്രീ പറഞ്ഞിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ആ സമയത്ത് പിന്നെ എടുത്ത് അലക്കേണ്ട, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈനൽ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ കാരണമായിട്ട് ആരുടെ ഒരു ഇതുണ്ടാവേണ്ടെന്ന് കരുതി പിന്നെ ആ ഒരു കേസ് കേട്ട് അങ്ങ് വിട്ട്. പറയുന്നതാണ് കേട്ടോ, ആ ഒരു സെൻസിൽ എടുക്കണം. കഴിഞ്ഞ കൊല്ലത്തെ ഈ ഒരു അവാർഡ് ഷോ ഞാൻ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടിരുന്നു. അപ്പോ കണ്ടപ്പോ ഞാനിങ്ങനെ ചിന്തിച്ചിരുന്നു, ഭാവിയിലൊക്കെ എനിക്കും ഇങ്ങനെയൊക്കെ അവാർഡ് കിട്ടുമോ എന്ന് ഞാൻ ചിന്തിച്ചിരുന്നു. അടുത്ത വർഷം തന്നെ, 2ാമത്തെ വർഷം തന്നെ ഈ ഒരു ഷോ നടക്കുമ്പോൾ എനിക്ക് കിട്ടി. അതിനൊരു സന്തോഷമുണ്ട്. അതിനേക്കാളൊക്കെ ഉപരി ബിഗ് ബോസ് എന്ന പ്ലാറ്റ്ഫോമിനോട് നന്ദി പറയുന്നു. കൂടാതെ അനുവിന്റെ കയ്യിൽ നിന്ന് എനിക്ക് അവാർഡ് കിട്ടിയതും ഒരു എന്താ പറയാ, ഒരു സ്വീറ്റ് റിവഞ്ച് പോലെ എനിക്ക് തോന്നുന്നു. ഇപ്പൊ എന്നെ അതെന്തോ റിവഞ്ചാണ്? അവിടെ പോയി നിന്നെക്കാളും ടോപ്പിൽ നിൽക്കുന്ന ഒരുത്തിയാണ്. അവിടെ കയ്യിൽ നിന്ന് നീ മേടിക്കുമ്പോൾ അവളെന്തോ റിവെഞ്ച് ചെയ്തേട്ടെന്ന് അങ്ങനെയൊക്കെ സത്യം പറഞ്ഞാൽ കരുതാവുള്ളൂ. അങ്ങനെയല്ലേ കരുതേണ്ടത്. ഇതെന്തോ നേരെ തിരിച്ച്. ഇവന് വല്ല മാനസികമായിട്ട് വല്ല കുഴപ്പമുണ്ടോ? എന്തോ റിവെഞ്ചാടാ, എന്തോ റിവെഞ്ചാ? നീ ഇങ്ങനെ ഓരോ റിവെഞ്ച് ഇങ്ങനെ സംസാരിക്കുമ്പോൾ നീ എന്ന് പറയുന്ന വ്യക്തിയുടെ നിലപാട് എന്താന്ന് ഇവിടെ നാട്ടുകാർ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ അതിലൊക്കെ ഇവനെ തന്തയ്ക്ക് വിളിച്ച് കൊന്നു കാണും വേണമെങ്കിൽ. ഞാൻ ഇച്ചിരി ലേറ്റായി പോയി. ഇതിൽ മാന്യമായിട്ട് ഞാനങ്ങ് പറഞ്ഞു പോവാണ്. കാരണം ഇച്ചിരി മാന്യത കാണിക്കുന്നത് നല്ലതാണെന്ന് തോന്നി. എന്തോ പറയാനാന്ന് പറ, പലതെന്താണ് സ്വഭാവം. ഇന്റർവ്യൂ ചെയ്ത അഞ്ജന മേഡം അവിടെ ഇരിക്കുന്നു. ആ ഇന്റർവ്യൂവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൈൻ കട്ട് എന്നുള്ളത്. അത് വീണ്ടും ഞാൻ ഉറപ്പിച്ചുകൊണ്ട് പറയാണ്, ലൈൻ കട്ട്, സോ ദാറ്റ് ഒരു പ്രൊഫഷണൽ റിലേഷൻഷിപ്പ്. എനിക്ക് ഒളിവോ മറയോ അല്ലെങ്കിൽ ഒരുപാട് ഓവർ ക്യൂട്ട്നെസ് ഒന്നും വാരി വിതറാനായിട്ട് അറിയില്ല. നീ അതിനകത്ത് വിതറിയതൊക്കെ നാട്ടുകാർ മൊത്തം കണ്ടതാ. ഇവൻ അനുമോൾക്ക് ഇട്ട് കൊടുത്തതാ. ഇവൻ അതിനകത്ത് എന്തൊക്കെയാ കാട്ടിക്കൂട്ടിയത്? മണ്ടരായിട്ടുള്ള കുറേ ജനങ്ങളുണ്ട്, മണ്ടരായിട്ടുള്ള ഒരുപാട് ജനങ്ങളുണ്ട്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇവൻ അവിടെ സെക്കൻഡ് വന്നത്. സാധാരണപ്പെട്ടവനെന്ന് പറഞ്ഞു കുറെ യൂട്യൂബേഴ്സ് ഇവന് സപ്പോർട്ട് ചെയ്ത്. ഞാൻ അന്ന് അവരോടൊക്കെ പറയൊക്കെ ചെയ്തേ, ഞാൻ സപ്പോർട്ട് ചെയ്യത്തില്ല ഇവനൊക്കെ. എന്റെ കണ്ണി കാണുന്ന കാര്യങ്ങൾ ഞാൻ പക്കയായിട്ട് തുറന്നടിച്ച് പറയുകയും ചെയ്യുന്നു പറഞ്ഞു. നാറി. ഈ സുപ്രഭാതം അനു എന്ന് പറയുന്നത് ഭയങ്കര ഹിറ്റ് ആയിരുന്നു ബിഗ് ബോസിൽ. അല്ല, സുപ്രഭാതം ബിഗ് ബോസിനായിരുന്നു. സുപ്രഭാതം ബിഗ് ബോസ്. അപ്പൊ അനു നിൽക്കുന്നോണ്ട് സുപ്രഭാതം അനു എന്നൊന്ന് പറഞ്ഞു പറയാൻ പറ്റില്ല. അത് എന്റെ ഐക്കോണിക് ഡയലോഗാണ് സുപ്രഭാതം ബിഗ് ബോസിന്റെ. അതുകൊണ്ട് അത് മാറ്റി പിടിച്ചിട്ടൊന്നുമില്ല. എനിക്കവിടെ ബിഗ് ബോസ് ആണ് ഉയരം തോന്നുന്നല്ലേ അനീഷ്? തീർച്ചയായിട്ടും. എനിക്ക് ഒരുപാട് ഓവർ ക്യൂട്ട്നെസ് ഒന്നും വാരി. ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. പറഞ്ഞിട്ട് കാര്യമില്ല. വിവരദോഷിനെ പറയാവുള്ളൂ. എനിക്ക് തോന്നുന്നു. ആദ്യം തന്നെ മൈൽ സ്റ്റോൺ മേക്കേഴ്സിനോട് ഒരു നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങാണ്.
പിന്നെ ഇവിടെ ഇരിക്കുന്ന 99% ആളുകളെയും ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. സത്യം, നേരത്തെ കാണാഞ്ഞതേ നന്നായി. നിന്റെ ദൃഷ്ടി പെട്ടാ തന്നെ അവർക്ക് പണിയാവും. ഡിജിറ്റൽ മീഡിയ സ്റ്റാർ ഓഫ് ദി ഇയർ ബാച്ചിലറേറ്റ് ആണ് ഇയർ 2025 ആരാണ് അനു? അനീഷ് ടിയെ ബിഗ് ബോസ് മലയാളം. ഞാൻ പറയുന്നു പ്രൊഫഷണൽ റിലേഷൻഷിപ്പ്. തീർച്ചയായിട്ടും. ഓക്കെ. അപ്പം നിങ്ങൾ കണ്ടല്ലോ ഇവൻ എന്ന് പറഞ്ഞ വ്യക്തിയുടെ നിലപാട് എന്താണ്, രീതികളെന്നൊക്കെ. ബിഗ് ബോസ് ഷോയിൽ ഞാനൊരു കാര്യം പറയും, ഇപ്പോൾ സീസൺ 7 ആയി, ആൾക്കാർക്ക് അതിനകത്ത് വന്ന് അഭിനയിക്കാൻ പറ്റും. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ നാറി. ഓക്കെ, ഞാൻ അത്രേ പറയുന്നുള്ളൂ. കൂടുതൽ ഇവനെക്കുറിച്ചൊന്നും പറയാതിരിക്കുന്നതാണ് നല്ലത്. പലതരത്തിലുള്ള സ്വഭാവം കാണിക്കുന്നവനെ ഞാൻ പറയത്തുള്ളൂ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ, ലവ് യു ഓൾ ഗൈസ്.